ഹലോ എവരിവൺ വെൽക്കം ടു ബയോബൈസ്. അപ്പോൾ ഇന്ന് ഓൺ എക്സാമിനോടനുബന്ധിച്ച് രണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. സോ വെൽക്കം ടു ദ വീഡിയോ. ഇത് കഴിഞ്ഞ വർഷത്തെ ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ സെൽസ് കംപ്രൈസിംഗ് മോർ ദാൻ ഹാഫ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ദാറ്റ് ഹാസ് ദ എബിലിറ്റി ടു ഡിവൈഡ് ബട്ട് കനോട്ട് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്പൈനൽ കോഡിലും ബ്രെയിനിലും കാണുന്ന കുറച്ച് സെൽസ് ആണ്, പക്ഷെ അവർക്ക് എന്തിനുള്ള എബിലിറ്റി ഇല്ല? they cannot transmit impulses പാസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഇവർക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ളത് ഏത് സെൽസ് ആണ്? ന്യൂറോൺസ് ആണോ, ന്യൂറോഗ്ലിയൽ സെൽസ് ആണോ, WBCs ആണോ, മസ്കുലർ സെൽസ് ആണോ? അടിയിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് വരിക? ന്യൂറോഗ്ലിയൽ സെൽസ് ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. The second question, which of the following is the correct arrangement of components of RNA nucleotide? RNA ന്യൂക്ലിയോടൈഡിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? അതിന്റെ കറക്റ്റ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോസ്ഫേറ്റ്, റൈബോസ്, യുറാസിൽ. അപ്പോൾ ഫോസ്ഫേറ്റ്, റൈബോസ്, യുറാസിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അറേഞ്ച്മെന്റ് വരിക? ഇങ്ങനെയായിരിക്കും അറേഞ്ച്മെന്റ് വരിക. ഇതാണ് ഫോസ്ഫേറ്റ് മോളിക്യൂൾ, ഇത് റൈബോസ് ഷുഗർ, ഇവിടെ നൈട്രജൻ ബേസ്. അപ്പോൾ ന്യൂക്ലിയോടൈഡിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ 2 നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. എങ്ങനെയാണ്? അഡിനിൻ, ഫോസ്ഫേറ്റ്, റൈബോസ് ആണ്. അപ്പോൾ അഡിനിൻ, ഫോസ്ഫേറ്റ്, റൈബോസ്. അപ്പോൾ ഇങ്ങനെയാണോ നമ്മുടെ ഒരു ഓർഡർ അറേഞ്ച്മെന്റ് വരിക? അല്ല. ഓപ്ഷൻ 3യും കൂടെ നോക്കാം. റൈബോസ്, ഫോസ്ഫേറ്റ്, സൈറ്റോസിൻ. അപ്പോൾ ആദ്യം തന്നെ റൈബോസ് ഷുഗർ ആണ് വരുന്നത്. റൈബോസ്, ഫോസ്ഫേറ്റ്, സൈറ്റോസിൻ. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ അത് കറക്റ്റ് അറേഞ്ച്മെന്റ് ആണോ? അല്ല. ഓപ്ഷൻ 4 നോക്കാം. ഫോസ്ഫേറ്റ്, റൈബോസ്, ഗ്വാനിൻ. അപ്പോൾ ഇങ്ങനെയാണ് ഫോസ്ഫേറ്റ്, റൈബോസ് ഷുഗർ ആൻഡ് ഗ്വാനിൻ. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെന്റും ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് 1 ഉം 4 ആണ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അതൊരു ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കോളം 1 ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസും കോളം 2 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ട് തമ്മിലും മാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാത്തിൻ്റെയും കറക്റ്റ് ആൻസർ അറിയണമെന്നില്ല. 1-2 ആൻസേഴ്സ് അറിയാമെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് മാച്ച് ചെയ്ത് നോക്കാം. മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുമ്പോൾ ആ ടേമിൽ തന്നെ എന്തുണ്ട്? കൂടുതൽ അലീൽസ് അല്ലെ, മോർ ദാൻ 2 അലീൽസ് ഒക്കെയാണ് മൾട്ടിപ്പിൾ അലീൽസ് എന്നുകൊണ്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഫീച്ചർ ഇവിടെ എവിടെയുള്ളത്? സെക്കൻഡ് ഫീച്ചർ നോക്കാം. എ സിംഗിൾ ജീൻ വിത്ത് മോർ ദാൻ 2 അലീൽസ് കൺട്രോൾസ് എ ട്രേറ്റ് അല്ലെ. അപ്പോൾ ഇതാണ് പിയുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം P2 വരുന്നത് ഏതൊക്കെയാണ് ആൻസേഴ്സ് വരുന്നത്. ഇവിടെ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും എന്താണ്? P2 വരുന്നുണ്ട്. ഇനി Q നോക്കാം. പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ 1 ജീൻ കൺട്രോൾസ് എ ട്രേറ്റ്. ഇനി അതറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം മെന്റലി ഇൻഹെറിറ്റൻസ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് വരിക? മോർ ദാൻ 1 ജീൻ കൺട്രോൾസ് എ ട്രേറ്റ് ആണോ, അതോ ട്രേറ്റ് എക്സ്പ്രഷൻ ഈസ് ഗവേൺഡ് ബൈ എ സിംഗിൾ പെയർ ഓഫ് അലീൽസ് ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രേറ്റിനെ ഗവേൺ ചെയ്യുന്നത് എ സിംഗിൾ പെയർ ഓഫ് അലീൽസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ട്രേറ്റ് എക്സ്പ്രഷൻ ഈസ് ഗവേൺഡ് ബൈ എ സിംഗിൾ പെയർ ഓഫ് അലീൽസ്. അപ്പോൾ നമുക്ക് R എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അപ്പോൾ നമുക്ക് Pയും Rഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ Q എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം P2 Q1 R3. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂ ടു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് വാസ് ഇൻഎഫക്റ്റീവ് ഇൻ എ പേഷ്യന്റ്. വിച്ച് ജനറ്റിക് ചേഞ്ച് ഇൻ ദ ബാക്ടീരിയ കോസ്ഡ് ദിസ്? അപ്പോൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് ഒക്കെ ഇൻഎഫക്റ്റീവ് ആയിരിക്കും ഒരു പേഷ്യന്റിൽ. അപ്പോൾ ഈ ഒരു ജനറ്റിക് ചേഞ്ച് ബാക്ടീരിയയിൽ കൊണ്ടുവരുന്നത് എന്ത് പ്രോസസ്സ് വഴിയാണ്? ഓവർ പ്രൊഡക്ഷൻ ആണോ, മ്യൂട്ടേഷൻ സംഭവിച്ചതാണോ, അതോ ട്രാൻസ്ലേഷൻ കാരണമാണോ, സ്പീസിയേഷൻ കാരണമാണോ? ഓപ്ഷൻ ബി ആണ് ആൻസർ, മ്യൂട്ടേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ് സ്ട്രാൻഡ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഈസ് ദ സ്ട്രാൻഡ് ഓഫ് DNA? വൈ? ഈ രണ്ട് സ്ട്രാൻഡിൽ ഏത് സ്ട്രാൻഡാണ് DNAയുടെ സ്ട്രാൻഡ് ആൻഡ് വൈ? അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? നൈട്രജൻ ബേസിസിനെ കുറിച്ച് അറിയണം. DNAയിലുള്ള നൈട്രജൻ ബേസിസ് ഏതൊക്കെയാണ്? RNAയിലുള്ള നൈട്രജൻ ബേസിസ് ഏതൊക്കെയാണ്? DNAയിലാണ് നമുക്ക് തൈമിൻ എന്നുള്ള നൈട്രജൻ ബേസ് കാണാൻ പറ്റുന്നത്. RNAയിൽ തൈമിന് പകരം യുറാസിലായിരിക്കും. അപ്പോൾ തൈമിൻ എന്ന നൈട്രജൻ ബേസ് ഏത് സ്ട്രാൻഡിലാണുള്ളത്? അവരായിരിക്കും അപ്പോൾ DNA സ്ട്രാൻഡ്. അപ്പോൾ ഇതിൽ എവിടെയാണ് തൈമിൻ ഉള്ളത്? ഈ P സ്ട്രാൻഡിലാണ് തൈമിൻ ഉള്ളത്. സോ ഏത് സ്ട്രാൻഡാണ് DNAയുടെ സ്ട്രാൻഡ്? P ആണ്. ആൻഡ് വൈ നമുക്കറിയാം എന്താണ്? തൈമിൻ ആണ് DNA സ്ട്രാൻഡിലുള്ള നൈട്രജൻ ബേസ്, യുറാസിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ട്രാൻഡ് P ഇവിടെ സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ദ നൈട്രജൻ ബേസിസ് ഇൻ ദ സ്ട്രാൻഡ് ആൻഡ് പെയർ ദം വിത്ത് ദെയർ കോംപ്ലിമെന്ററി ബേസിസ്. അപ്പോൾ ഈ DNA സ്ട്രാൻഡിലുള്ള നൈട്രജൻ ബേസിസ് എഴുതുക, അതിന് നേരെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള നൈട്രജൻ ബേസിസിന്റെ ആ സ്ട്രാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അറിയാൻ പറ്റുക ഗ്വാനിൻ സൈറ്റോസിനായിട്ട് 3 ബോൺസ് ഉണ്ട്, തൈമിൻ അഡിനിനായിട്ട് 2 ബോൺസ് ഉണ്ട്, അഡിനിൻ തൈമിൻ ആൻഡ് സൈറ്റോസിൻ ഗ്വാനിൻ ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ റിലേറ്റഡ് ടു എ പ്രോസസ് കോസിംഗ് വേരിയേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ഇമേജ് നമ്മൾ ടെക്സ്റ്റിൽ അതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് നോക്കിയിട്ട് ഇതെന്ത് പ്രോസസ്സാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. റൈറ്റ് എനി 2 കോസസ് ഓഫ് ദ പ്രോസസ് ഇലിസ്ട്രേറ്റഡ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് മനസ്സിലാക്കണം, ഇത് ഏത് പ്രോസസ്സാണെന്ന് അറിയണം. അപ്പോൾ ഇത് ഏത് പ്രോസസ്സാണ്? മ്യൂട്ടേഷൻ ആണ്. റൈറ്റ് എനി 2 കോസസ് ഓഫ് ദ പ്രോസസ് ഇലിസ്ട്രേറ്റഡ്. അപ്പോൾ മ്യൂട്ടേഷന് കോസ് ചെയ്യുന്ന 2 കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇറേഴ്സ് ഡ്യൂറിങ് DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ്റെ സമയത്ത് നടക്കുന്ന എന്തെങ്കിലും ഇറേഴ്സ് കാരണം മ്യൂട്ടേഷൻ സംഭവിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, സെർട്ടൻ കെമിക്കൽസ് അല്ലെങ്കിൽ റേഡിയേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ മ്യൂട്ടേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദിസ് പ്രോസസ് പ്ലേസ് എ മേജർ റോൾ ഇൻ എവല്യൂഷൻ. ഹൗ? മ്യൂട്ടേഷൻ എങ്ങനെയാണ് എവല്യൂഷൻ എന്നുള്ള ഒരു പ്രോസസ്സിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? Mutated genes are transferred through generation which leads to variation in characters. അതായത് മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ ആ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ആ ജീൻസിനെ അടുത്ത ജനറേഷനിലേക്ക് അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ജനറേഷനിലേക്കും പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു വേരിയേഷൻസ്, ആ ഒരു സ്പീഷ്യസിൽ തന്നെ വേരിയേഷൻ സംഭവിക്കുന്നു. പതുക്കെ പതുക്കെ പുതിയൊരു സ്പീഷ്യസ് ആയിട്ടും എവല്യൂഷൻ നടന്ന് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് മ്യൂട്ടേഷൻ എവല്യൂഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. Sixth question ആണ്, read the statement and answer the questions. Synapses transmit nerve impulses between the neurons and regulate their direction and speed. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻവോൾവ് ഹിയർ. അപ്പോൾ സിനാപ്സിസിന് ഹെൽപ്പ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിന്റെ പേരെന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. Then explain how the unidirectional transmission of impulses at a synapses is ensured. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു യൂണിഡയറക്ഷണൽ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് സിനാപ്സിസിൽ എൻഷുർ ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രാൻസ്മിറ്റർ binds with the receptor of postsynaptic membrane and stimulate the neuron. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നമ്മൾ പറഞ്ഞു യൂണിഡയറക്ഷണൽ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ആണ്. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലുള്ള റിസപ്റ്റേഴ്സ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ആ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ. ആൻഡ് സെവൻത്ത് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദ പാർട്ട് ഇലിസ്ട്രേറ്റഡ് ആൻഡ് റൈറ്റ് ഹൗ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് തന്നിട്ടുണ്ട്, ഇലിസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ഈ ഇലിസ്ട്രേഷൻ എന്താണ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു സ്പൈനൽ കോഡാണ്. ആൻഡ് റൈറ്റ് ഹൗ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ്. സ്പൈനൽ കോഡ് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്? It is covered and protected by 3 layered meninges with CSF inside. സ്പൈനൽ കോഡ് 3 ലെയർ മെനിഞ്ചസ് വെച്ചിട്ടാണ് കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തുണ്ട്? CSF ഉണ്ട്. CSFന്റെ ഫുൾ ഫോം എന്താണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ CSF ഉണ്ട്. അപ്പോൾ ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്പൈനൽ കോഡിനെ കവർ ചെയ്യുന്നതും പ്രൊട്ടക്ട് ചെയ്യുന്നതും. Eighth question ആണ്, explain DNA packaging in a cell with necessary addition to the given information. അപ്പോൾ ഹിസ്റ്റോൺ, ഒക്ടാമർ, ക്രോമോസോം, ഹിസ്റ്റോൺ അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ DNA പാക്കേജിങ് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ പറയുകയാണെങ്കിൽ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ജോയിൻ ചെയ്തിട്ടാണ് ഹിസ്റ്റോൺ ഒക്ടാമർ അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കൂട്ടാണ് ഹിസ്റ്റോൺ ഒക്ടാമർ അവിടെ ഫോം ചെയ്യുന്നത്. DNA എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മേലെ വൈൻഡ് ചെയ്യുന്നുണ്ട്. DNA വൈൻഡ്സ് അറൌണ്ട് ദിസ് ഒക്ടാമർ ടു ഫോം ന്യൂക്ലിയോസോം. അപ്പോൾ ന്യൂക്ലിയോസോം ഫോം ചെയ്തു. ഈ ന്യൂക്ലിയോസോം എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചും കൂടെ കോയിൽ ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് ക്രോമോസോം കിട്ടുന്നത്. അപ്പോൾ DNA പാക്കേജിങ് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കൂടി ചേർന്നിട്ടാണ് ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാകുന്നത്. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന് മേലെ DNA വൈൻഡ് ചെയ്ത് ന്യൂക്ലിയോസോം ഫോം ചെയ്യും. ഈ ന്യൂക്ലിയോസോം പിന്നെയും കോയിൽ ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് ക്രോമോസോം കിട്ടുന്നത്. ഓക്കെ, ദ 9th ക്വസ്റ്റ്യൻ ആണ്, ന്യൂ ഡാർവിനിസം അഡ്രസ്ഡ് ലിമിറ്റേഷൻസ് ഇൻ ഡാർവിൻസ് തിയറി ബൈ ഇൻകോർപ്പറേറ്റിംഗ് ന്യൂ സയന്റിഫിക് ഡിസ്കവറീസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വാസ് ദ ലിമിറ്റേഷൻ? എന്തായിരുന്നു ലിമിറ്റേഷൻ? ഡാർവിൻസ് തിയറിയിലുള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡാർവിൻ വാസ് അൺഎബിൾ ടു എക്സ്പ്ലെയിൻ ഹൗ വേരിയേഷൻസ് ഒക്കേഴ്സ് ഇൻ ഓർഗാനിസം. ഓർഗാനിസത്തിൽ എങ്ങനെയാണ് വേരിയേഷൻ ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഈ വേരിയേഷൻ സംഭവിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആർക്ക് പറ്റിയില്ല? ഡാർവിന് പറ്റിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് ദ കോൺസെപ്റ്റ് about genes and chromosome help to overcome this limitation. അപ്പോൾ ജീനിനെ കുറിച്ചും ക്രോമോസോമിനെ കുറിച്ചുള്ള സ്റ്റഡീസ് പിന്നീടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ വന്നപ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്? It was recognized that the causes of variations that led to the evolution were genetic changes, genetic recombination during sexual reproduction and gene flow. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് ഉണ്ടാവുന്ന ആ ജനറ്റിക് റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ജനറ്റിക് ചേഞ്ചസ് വഴിയാണ് ഈ ഒരു എവല്യൂഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു വേരിയേഷൻ സംഭവിക്കുന്നതാണ് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 10th ക്വസ്റ്റ്യൻ ആണ്, ദ ഫോസിൽ ഓഫ് ആർക്കിയോപ്റ്ററിസ് ഈസ് എ മൈൽസ്റ്റോൺ ഇൻ എവല്യൂഷണറി സ്റ്റഡീസ്.
എവല്യൂഷണറി സ്റ്റഡീസിൽ ആർക്കിയോപ്റ്റെറിക്സിന്റെ ഫോസിൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? വാട്ട് എവിഡൻസ് ഡസ് ഇറ്റ് പ്രൊവൈഡ് ഫോർ സപ്പോർട്ടിങ് എവല്യൂഷൻ? അപ്പോൾ എവല്യൂഷൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആർക്കിയോപ്റ്റെറിക്സിന്റെ ഫോസിൽ എന്ത് എവിഡൻസ് ആണ് കൊടുക്കുന്നത്? Archaeopteryx possess the characteristic features of both reptiles and birds. അല്ലെ, ആർക്കിയോപ്റ്റെറിക്സിന്റെ ഫോസിലിൽ എന്ത് കാണാനായിട്ട് പറ്റും? ഫീച്ചേഴ്സ് ഓഫ് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. അപ്പോൾ ഈ ഒരു ഫോസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റെപ്റ്റൈൽസിൽ നിന്നാണ് ബേർഡ്സ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. മെൻഷൻ അനദർ എവിഡൻസ് ഫ്രം ഫോസിൽ സ്റ്റഡീസ്. അപ്പോൾ വേറെ എന്ത് എവിഡൻസ് ആണ് ഫോസിൽ സ്റ്റഡീസിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ പ്രോസസ് ആണല്ലേ, സിമ്പിൾ ടു കോംപ്ലെക്സ് എന്നുള്ളൊരു ഒരു ഗ്രാജുവൽ പ്രോസസ് ആണ് എവല്യൂഷൻ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് ഓൾസോ റിവീൽസ് ദ എക്സ്റ്റിങ്ഷൻ ഓഫ് സം സ്പീഷീസ് ഫ്രം ദ എർത്ത് ലൈക്ക് മാമോത്സ് ആൻഡ് ഡിനോസസ്. അപ്പോൾ ഫോസിൽസിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് എന്ത്? കുറേ ഓർഗാനിസംസ് പണ്ടുണ്ടായിരുന്നവർ പലരും എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയി, മാമോത്സും ഡിനോസസും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് പഠിക്കാനായിട്ട് ഈ ഒരു ഫോസിൽ സ്റ്റഡീസിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ചാൾസ് ഡാർവിൻ ടു ഫോർമുലേറ്റ് ദ തിയറി ഓഫ് എവല്യൂഷൻ വാസ് ഡൈവേഴ്സിറ്റി ഇൻ ദ ബീക്സ് ഓഫ് ഫിഞ്ചസ് ഓൺ ഗാലപ്പാഗോസ് ഐലൻഡ്. ഗാലപ്പാഗോസ് ഐലൻഡിലുള്ള ഫിഞ്ചസിന്റെ ബീക്സിലുള്ള ഒരു ഡൈവേഴ്സിറ്റി ആണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്യാനായിട്ട് ചാൾസ് ഡാർവിനെ പ്രേരിപ്പിച്ചത്. How did this variation help in the development of new species of finches? അപ്പോൾ ഈ ഒരു വേരിയേഷൻസ് എങ്ങനെയാണ് ഫിഞ്ചസിൽ കുറേ സ്പീഷീസ് ഉണ്ടാവാൻ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണമായത്? The beaks of finches were their main means to obtain food. അപ്പോൾ ഫുഡ് ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? അവരുടെ ബീക്സ് ആണ്. അപ്പോൾ ഫുഡിൻ്റെ സ്കേഴ്സിറ്റിയും കാര്യങ്ങളും വന്നപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? ആ ഒരു ബീക്കിനെ ആ എന്ത് ഫുഡാണ്, എന്ത് ഫുഡ് റിസോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് അവരുടെ ബീക്കിനെ അവർ മാറ്റാനായിട്ട് തുടങ്ങി, അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അഡാപ്റ്റഡ് ബീക്സ് ഉള്ള ഫിഞ്ചസ് ആണ് പിന്നീട് അവിടെ സർവൈവ് ചെയ്യാനും ഓഫ് സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെയാണ് പുതിയൊരു സ്പീഷീസ്, ആ ഒരു വേരിയേഷനിൽ നിന്നാണ് പുതിയൊരു സ്പീഷീസ് അവിടെ ഡെവലപ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്. 11th ക്വസ്റ്റ്യൻ ആണ്, റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ദ സെറിബ്രൽ കോർട്ടെക്സ് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ ഈസ് മോഡിഫൈഡ് ഇൻ ടു എ കോംപ്ലക്സ് നിയോ കോർട്ടെക്സ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി ടു അഡ്വാൻസ്ഡ് മെന്റൽ പ്രോസസ് enabled by this brain development. എന്തൊക്കെ മെന്റൽ പ്രോസസ്സുകളാണ് ഈ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിൽ കൂടെ ഇനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? തിങ്കിങ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്, ലേണിംഗ്, റീകോളിംഗ്, ഇതൊക്കെയാണ് ഈ ഒരു കോംപ്ലക്സ് നിയോ കോർട്ടെക്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അടുത്തതാണ്, ഇമാജിൻ എ പേഴ്സൺ സ്റ്റോപ്പ് ലേണിംഗ് ന്യൂ തിങ്സ്. ഹൗ വുഡ് ദിസ് അഫക്ട് ദെയർ നിയോ കോർട്ടെക്സ് ഓവർ ടൈം? ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ ഒരു വ്യക്തി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നിയോ കോർട്ടെക്സ് എങ്ങനെയാണ് ഇത് ഭാവിയിൽ അഫക്റ്റ് ചെയ്യുക? When a person stops learning new things, the number of synapses decreases, making our brain inefficient and defective. അപ്പോൾ ഇത് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സിനാപ്സിന്റെ നമ്പറുകൾ കുറയും, പുതിയ കണക്ഷൻസ് ഒന്നും അവിടെ ഫോം ചെയ്യില്ല, പതുക്കെ പതുക്കെ നമ്മുടെ ബ്രെയിൻ ഇൻഎഫിഷ്യൻ്റ് ആവുകയും ഡിഫക്റ്റീവ് ആയിട്ടും മാറുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒബ്സർവ് ദ ഇലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമുക്കൊരു ഇലുസ്ട്രേഷൻ തന്നിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റിൽ കാണിച്ചിട്ടുണ്ട്, അതേ ഇലുസ്ട്രേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ പി ആൻഡ് റൈറ്റ് ഹൗ ഇസ് ഇറ്റ് ഫോംഡ്. ഇവിടെ പി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ സർക്കിൾ ചെയ്ത് ഈ ഒരു ഭാഗത്തിനാണ് പി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. പി എന്താണ്, ഇത് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? അപ്പോൾ പി എന്ന് പറയുന്നത് എന്താണ്? കയാസ്മയാണ്. ഓക്കെ, കയാസ്മ ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ് കയാസ്മ ഫോം ചെയ്യുന്നത്? ഫോംഡ് ബൈ ദ പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോംസ് ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് മിയോസിസ്. ഫസ്റ്റ് ഫേസ് ഓഫ് മിയോസിസിന്റെ സമയത്ത് രണ്ട് ഹോമലോഗസ് ക്രോമസോംസ് അല്ലെ, ഇവർ തമ്മിൽ പെയറിംഗ് നടക്കുമ്പോഴാണ് ഈ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്, കയാസ്മ എന്നുള്ള സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഹൗ ഡസ് ദ സബ്സീക്വന്റ് പ്രോസസ് ലീഡ് ടു വേരിയേഷൻ? അപ്പോൾ ഈ കയാസ്മ നടന്നതിന് ശേഷം എങ്ങനെയാണ് ഇതൊരു വേരിയേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത്? കയാസ്മ നടന്നതിന് ശേഷം അവിടെ റീകോമ്പിനേഷൻ, ഈ ബ്രോക്കൺ പാർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. റീകോമ്പിനേഷൻ പതുക്കെ എന്ത് ചെയ്യും? വേരിയേഷനിലേക്ക് എത്തിക്കും. 13th ക്വസ്റ്റ്യൻ ആണ്, റീഡ്രോ ദ ഡയഗ്രാം, ലേബൽ ദ പാർട്സ് കറക്റ്റ്ലി ഇഫ് ദർ ഇസ് എനി മിസ്റ്റേക്ക് ആൻഡ് റൈറ്റ് ദയർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റീഡ്രോ ചെയ്യണം. അപ്പോൾ റീഡ്രോ ചെയ്യുന്നതിന് നമുക്കൊരു മാർക്ക് ഉണ്ട്. അപ്പോൾ റീഡ്രോ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മളിത് വരച്ച് പഠിക്കണം. ആദ്യം റീഡ്രോ ചെയ്യുക. സെക്കൻഡ് എന്താണ്? ലേബൽ ദ പാർട്സ് കറക്റ്റ്ലി ഇഫ് ദർ ഇസ് എനി മിസ്റ്റേക്ക്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, മാർക്ക് ചെയ്തത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. ആൻഡ് റൈറ്റ് ദയർ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. സെറിബ്രം മാർക്ക് ചെയ്തത് കറക്റ്റാണ് അല്ലേ? ഇവിടെ എന്താണ്? തലാമസ്. തലാമസിന് മാർക്ക് ചെയ്തത് ശരിയാണോ? അല്ല. ഇതെന്താണ്? സെറിബലാണ്. ആൻഡ് ലാസ്റ്റ് വൺ മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിൻ അവിടെ ശരിയാണോ? അല്ല, ഇത് പോൺസ് ആണ്. അപ്പോൾ ഈ 3 സ്ട്രക്ചറിൽ 2 നമുക്ക് കറക്റ്റ് ചെയ്ത് അവിടെ എഴുതാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ നോക്കാം. സെറിബ്രം. സെറിബ്രത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്?
problem solving, planning act as a center of memory, intelligence, thinking, imagination, voluntary movements and sensory experiences. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് എഴുതിയാലും മതി. സെറിബ്രത്തിന്റെ ഫംഗ്ഷനിൽ ഇതിൽ ഏതെങ്കിലും എഴുതാം. പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്, പിന്നെ എന്താണ് വോളണ്ടറി മൂവ്മെന്റ്സിന്റെ, സെൻസറി എക്സ്പീരിയൻസിന്, അല്ലെങ്കിൽ ഇമാജിനേഷൻ, തിങ്കിങ് ഒക്കെ എന്താണ് ഈ സെറിബ്രമാണ് അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഈ സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി ബൈ കോർഡിനേറ്റിംഗ് മസ്കുലർ ആക്ടിവിറ്റീസ്. അപ്പോൾ സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ നമുക്ക് അവിടെ എഴുതിയൊരു മാർക്ക് കിട്ടും. പിന്നെ അതാണ് പോൺസ്, coordinates the muscular activities of the eye and the face and regulate the rate of ventilation. ഇപ്പോൾ പോൺസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഐയുടെയും ഫേസിന്റെയും ഒക്കെ മസ്കുലർ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യാം, റേറ്റ് ഓഫ് വെന്റിലേഷനെ റെഗുലേറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇവിടെ ഇമ്പൾസ് ട്രാൻസ്മിഷന്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബിഫോർ സ്റ്റിമുലേഷൻ, വൈ എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റഡ് ന്യൂറോൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡ്രോ ഇലിസ്ട്രേഷൻ വൈ ഇൻക്ലൂഡിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വൈ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിമുലേറ്റഡ് ന്യൂറോൺ ആണ്. ഇതൊരു സ്റ്റിമുലേറ്റഡ് ന്യൂറോൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉള്ളിൽ ചാർജസ് മാർക്ക് ചെയ്യണം. ഈ ഭാഗമാണ് സ്റ്റിമുലസ് വന്നിട്ടുള്ള ഒരു ഭാഗം. അപ്പോൾ ഈ ഭാഗം എങ്ങനെയായിരിക്കും? ഇതെന്താണ്? ബിഫോർ സ്റ്റിമുലേഷൻ ആണ്. ഉള്ളിലെല്ലാം എന്താ നെഗറ്റീവ് ചാർജ്, പുറത്തെല്ലാം പോസിറ്റീവ് ചാർജ് ആണ് ബിഫോർ സ്റ്റിമുലേഷൻ. അപ്പോൾ ആഫ്റ്റർ സ്റ്റിമുലേഷനിൽ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവുക? സ്റ്റിമുലസ് വന്ന ഭാഗത്ത് ഉള്ളിൽ പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജും ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഉള്ളിൽ എങ്ങനെ സ്റ്റിമുലസ് വന്ന ഭാഗത്ത് ഉള്ളിൽ പോസിറ്റീവ്, പുറത്ത് നെഗറ്റീവ്. ബാക്കി എല്ലാ സ്ഥലത്തും സ്റ്റിമുലസ് അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ നേരത്തെ പോലെ തന്നെ പുറത്ത് പോസിറ്റീവ്, ഉള്ളിൽ നെഗറ്റീവ്. സ്റ്റിമുലസിന്റെ വന്ന ഭാഗമാണ് നമ്മൾ മാറ്റി വരയ്ക്കേണ്ടത്. ഉള്ളിൽ പോസിറ്റീവ്, പുറത്ത് നെഗറ്റീവ്. ഇനി ഹൗ ഡസ് ദിസ് ചേഞ്ച് ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്? അപ്പോൾ ഈ ഒരു ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഈ ചേഞ്ച് ഇൻ ചാർജസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? The temporary charge variation in that region occur and this potential transmit as an impulse. അപ്പോൾ പെട്ടെന്ന് ആ ഒരു സ്റ്റിമുലസ് വരുന്ന ഒരു ഭാഗത്ത് ചാർജിൽ ഒരു വേരിയേഷൻ സംഭവിക്കുമ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ ഇമ്പൾസ് ആയിട്ട് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി 14th ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ദ സിറ്റുവേഷൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഒബ്സർവേഷൻ ഓഫ് ഫാമർ. ഓക്കെ, ഒരു ഫാമറിന്റെ ഒബ്സർവേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. റെഡും വൈറ്റ് ഫ്ലവേഴ്സും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ അവിടെ പിങ്ക് ഫ്ലവേഴ്സ് കിട്ടി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റലിനെ ക്രോസ് ചെയ്തപ്പോൾ ഓഫ്സ്പ്രിംഗ് വിത്ത് റോ ആൻഡ് കോട്ട് ആണ് അവിടെ കിട്ടിയത്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഐഡന്റിഫൈ ദ സ്പെസിഫിക് പാറ്റേൺസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഡെമോൺസ്ട്രേറ്റഡ് ഇൻ ദ പ്ലാന്റ് ആൻഡ് ദ കാറ്റിൽ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഈ പ്ലാന്റിലും കാറ്റിലും വന്നിട്ടുള്ള ആ ഒരു ഇൻഹെറിറ്റൻസിനെ പറയുന്ന പേരെന്താണ്? ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ വരുന്നത് എന്താണ്? പ്ലാന്റ്സിൽ എന്താണ് വരിക? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് അല്ലേ? റെഡും വൈറ്റും കൂടെ അവിടെ ക്രോസ് ചെയ്തപ്പോൾ രണ്ടും പകുതി പകുതി അല്ലെ, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ആരും അവിടെ എക്സ്പ്രസ് ആയില്ല. രണ്ടുപേരും പാർഷ്യലി എക്സ്പ്രസ് ആയപ്പോൾ എന്തുണ്ടായി? പിങ്ക് ഫ്ലവേഴ്സ് അവിടെ ഫോം ചെയ്തു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറ്റിൽ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ എന്തുണ്ടായി? അവിടെ കോ ഡോമിനൻസ് ആണ് വന്നത്. കോ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് പാച്ചസും ബ്ലാക്ക് പാച്ചസും വന്ന് അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോട്ടുള്ള ഒരു റോ ആൻഡ് കോട്ടുള്ള കാറ്റിൽ അവിടെ ഫോം ചെയ്തു. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദീസ് ടു പാറ്റേൺസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ എന്താണ് ഉണ്ടാവുക? ദ ഡോമിനേറ്റ് അലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദ അലീൽ ഓഫ് റെസസീവ് ട്രേറ്റ്. ഫുള്ളി റെസസീവ് ട്രേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇൻ കോഡോമിനൻസ് ബോത്ത് ദ അലീൽസ് എക്സിബിറ്റ് ദെയർ ട്രേറ്റ്സ് അറ്റ് ദ സെയിം ടൈം. കോഡോമിനൻസിൽ എന്താണ് സംഭവിച്ചത്? രണ്ട് ട്രേറ്റും സെയിം ടൈം അവിടെ എക്സ്പ്രസ് ആവാണ് ചെയ്തത്. 15th question ആണ് observe the illustration showing the evolution of long-necked giraffes according to Lamarck and answer the question. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഇമേജ് എന്താണ്? ലാമാർക്കിസ് ആണ് അല്ലെ. ഷോർട്ട് നെക്ക് ഉള്ള ജിറാഫ്സ് ഉണ്ടായിരുന്നു, ഒരു പിന്നീട് ലോങ് നെക്ക്ഡ് ആയിട്ട് മാറി. എക്സ്പ്ലെയിൻ ദിസ് ഓൺ ദ ബേസിസ് ഓഫ് ഡാർവിൻസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ജിറാഫിന്റെ എവല്യൂഷൻ ഡാർവിൻസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാം? നമ്മൾ ഓൾറെഡി നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ലാമാർക്കിസത്തിന്റെയും ഡാർവിനിസത്തിന്റെയും രണ്ട് ബോക്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഡാർവിനിസം ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജ് കാണുമ്പോൾ ആദ്യം തന്നെ ലാമാർക്കിസം പോയിട്ട് എഴുതാൻ പാടില്ല, ഡാർവിന്റെ തിയറിയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റാം? പണ്ട് എന്തുണ്ടായിരുന്നു? ഷോർട്ട് നെക്ക്ഡ് ആയിട്ടുള്ള ജിറാഫ്സും ലോങ് നെക്ക്ഡ് ആയിട്ടുള്ള ജിറാഫ്സും ഒരേപോലെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാർവിന്റെ തിയറി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ. ഫുഡ് സ്കേഴ്സിറ്റി വന്നപ്പോൾ എന്ത് ചെയ്തു? ലോങ് നെക്ക്ഡ് ആയിട്ടുള്ള ജിറാഫ്സ് മാത്രം അത് സർവൈവ് ചെയ്ത് പോയി. ഷോർട്ട് നെക്ക്ഡ് ആയിട്ടുള്ളവർ അവിടെ പതുക്കെ ഡിസപ്പിയർ ആയിട്ട് പോവാണ് ചെയ്തത്. അവർക്ക് ആ സംഭവം, അപ്പോൾ അവർക്ക് അതൊന്ന് സർവൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ ഷോർട്ട് നെക്ക്ഡ് ആയിട്ടുള്ള ജിറാഫ്സ് എന്ത് ചെയ്തു? ഡിസപ്പിയർഡ് ആയിട്ട് പോയി. ലോങ് നെക്ക്ഡ് ആയിട്ടുള്ളവർ മാത്രം സർവൈവ് ചെയ്ത് അടുത്ത ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്തു. ഇനി അടുത്ത 16th ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്.
അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെന്റ്? Human beings have 23 pairs of chromosomes, of which one set is inherited from mother and other from the father. അപ്പോൾ എന്താണ് പറയുന്നത്? ഹ്യൂമൻ ബീങ്സിന് 23 pairs of chromosome ഉണ്ട്. അതിൽ ഒരെണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? മദറിൽ നിന്നും വേറൊരെണ്ണം ഫാദറിൽ നിന്നും വരുന്നുണ്ട്. How can you classify these chromosomes based on functions? ഫംഗ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ക്രോമസോമിനെ ക്ലാസിഫൈ ചെയ്യാം? അറിയാം 22 pairs of chromosome എന്താണ്? സൊമാറ്റിക് ക്രോമസോംസ് എന്നാണ് അറിയപ്പെടുക. കാരണം എന്താ? അവർ ഫിസിക്കൽ ഫീച്ചേഴ്സിന് അല്ലെങ്കിൽ ദേ കൺട്രോൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് 22 pairs ഓഫ് ക്രോമസോമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് പെയറാണ് 23rd പെയർ എന്ന് പറയുന്നത് എന്താണ്? അത് സെക്സ് ക്രോമസോം ആണ്, വിച്ച് ഡിറ്റർമിൻ ദ സെക്സ്. ഇതാണ് അതിൻ്റെ ഫംഗ്ഷൻ. ഇനി is a 23rd pair of chromosomes same in all individuals? Explain. അപ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസിലും 23rd pair ക്രോമസോം സെയിം ആണോ? അല്ല, അല്ലേ? ഫീമെയിൽസിൽ XX എന്നും മെയിൽസിൽ എങ്ങനെയാണ് XY എന്നുമാണ്. Y ക്രോമസോം എന്ന് പറയുന്നത് പൊതുവെ X ക്രോമസോംസിനേക്കാളും വെച്ച് നോക്കുമ്പോൾ ഷോർട്ടാണ്. ഈ Y ക്രോമസോമിലാണ് എന്തുള്ളത്? SRY ജീൻ എന്നുള്ള ഒരു ജീൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ related to protein synthesis and answer the question. അവിടെ പ്രോട്ടീൻ സിന്തസിസിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഐഡന്റിഫൈ ദ സ്റ്റേജസ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ആൻഡ് വൈ. ഇപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വൈ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്നുള്ള പ്രോസസ്സ് എന്താണ്? ഇവിടെ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? DNA mRNA ആയിട്ട് മാറുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ. ഇനി mRNA പ്രോട്ടീൻ ആയിട്ട് മാറുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ട്രാൻസ്ലേഷൻ. അപ്പം വൈ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ലേഷൻ ആണ്. RNAs ആർ എസെൻഷ്യൽ ഫോർ ദിസ് പ്രോസസ്. എക്സ്പ്ലെയിൻ ബേസ്ഡ് ഓൺ ദെയർ ഫംഗ്ഷൻ. അപ്പം RNAs ഈ ഒരു പ്രോസസ്സിന് പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അവർ ഇമ്പോർട്ടൻ്റ് ആണോ? എങ്ങനെയാണ് അവരുടെ ഓരോ RNAസും എങ്ങനെയാണ് ഈ പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നത്? അതാണ് ഈ ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് RNAs ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. യെസ്, ഇറ്റ് ഈസ് ട്രൂ. ഏതൊക്കെ RNAs ആണ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത്? mRNA ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, rRNA ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, tRNA ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ mRNA എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ക്യാരീസ് മെസ്സേജസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഫ്രം DNA ടു ദ റൈബോസോം. റൈബോസോമിലേക്ക് DNAയിൽ നിന്ന് മെസ്സേജ് കൊണ്ടുവരുന്നത് mRNA ആണ്. tRNAയുടെ ഫംഗ്ഷൻ എന്താണ്? tRNA ബ്രിങ് സ്പെസിഫിക് അമിനോ ആസിഡ് ടു ദ റൈബോസോം. റൈബോസോമിലേക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ കൊണ്ടുവരുന്നുണ്ട്. rRNAയുടെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഹെൽപ്സ് ടു ബൈൻഡ് ദ അമിനോ ആസിഡ്. ഈ കൊണ്ടുവന്ന അമിനോ ആസിഡ്സിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് rRNAs ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. 17th ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്സർവ് ഇലുസ്ട്രേഷൻ ഓഫ് എവല്യൂഷണറി ട്രീ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഒരു എവല്യൂഷണറി ട്രീ എന്ന് പറയുന്നത്. LUCAയും MRCA ഒക്കെ നമുക്ക് എക്സ്പാൻഷൻ പഠിക്കാനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഡൊമൈൻ ഷെയർസ് എ കോമൺ ആൻസസ്റ്റർ വിത്ത് യൂക്കാരിയ. അപ്പോൾ ഇതിൽ എവിടെയാണ് യൂക്കാരിയ നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെയാണ് ശരിക്കും യൂക്കാരിയ എന്ന് പറയുന്നത്. യൂക്കാരിയ ആയിട്ട് കോമൺ ആൻസസ്റ്റർ ഷെയർ ചെയ്യുന്ന ഡൊമൈൻ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഏതാണ് ഡൊമൈൻ? ഈ കോമൺ ആൻസസ്റ്ററിനെ ഷെയർ ചെയ്യുന്നത് ഏതാണ്? ഇവിടുന്ന് ആളാണ് ഈ ഷെയർ ചെയ്യുന്നത്. ആരാണ് ഇവിടെ വരുന്നത്? RK ആണ്. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ആർ ദ റീസെൻ്റ്ലി ഇവോൾവ് കിങ്ഡംസ് ഇൻ യൂക്കാരിയ. യൂക്കാരിയയിലെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇവോൾവ് ചെയ്തിട്ടുള്ള കിങ്ഡംസ് ഏതൊക്കെയാണ്? ഫഞ്ചൈ ആൻഡ് ആനിമാലിയ ആണ്. ഇനി ഹൗ ആർ ദ കിങ്ഡംസ് മെൻഷൻഡ് ഇൻ ദ ഇലിസ്ട്രേഷൻ റിലേറ്റഡ് ടു LUCA. ഇവിടെ ഏതൊക്കെയാണ് കിങ്ഡംസ്? ബാക്ടീരിയ, RK, പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, ഫഞ്ചൈ, ആനിമലിയ. ഇവിടെ 6 കിങ്ഡംസ് കൊടുത്തിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് LUCA ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു എല്ലാ ഓർഗാനിസവും ഇവോൾവ് ആയിട്ടുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള യൂണിവേഴ്സൽ കോമൺ ആൻസസ്റ്റർ ആയിട്ടുള്ള LUCAയിൽ നിന്നാണ്. അപ്പം അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരുന്നത്. 18th ക്വസ്റ്റ്യൻ ആണ് ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ ഓഫ് മോണോഹൈബ്രിഡ് ക്രോസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ പെൻഡൽ പ്ലാന്റ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. RR, ക്യാപിറ്റൽ RR, ക്രോസ് സ്മോൾ RR. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് എന്താണ്? റൗണ്ട് സീഡ് ആണ്. സ്മോൾ R എന്ന് പറയുന്നത് റിങ്കിൾ സീഡ് ആണ്. അപ്പോൾ ഇവരുടെ ഗാമേറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ Rഉം സ്മോൾ R 2 ഗാമേറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ F1നെ നമുക്ക് അവർ തന്നിട്ടില്ല. വാട്ട് ആർ ദ അലീൽസ് ദാറ്റ് കൺട്രോൾ സീഡ് ഷേപ്പ്. സീഡ് ഷേപ്പിനെ കൺട്രോൾ ചെയ്യുന്ന അലീൽസ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ Rഉം സ്മോൾ R ആണ് 2 അലീൽസ്. ഇനി റൈറ്റ് ദ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് F1. ഈ F1ന്റെ ഫീനോടൈപ്പും ജീനോടൈപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ജീനോടൈപ്പ് എങ്ങനെയാണ്? R, ഈ ക്യാപിറ്റൽ Rഉം സ്മോൾ Rഉം കൂടി ആകുമ്പോൾ ജീനോടൈപ്പ് വരുന്നത് ഇങ്ങനെയാണ് അല്ലേ? ഇതാണ് നമ്മുടെ ജീനോടൈപ്പ് ഓഫ് F1 ജനറേഷൻ എന്ന് പറയുന്നത്. ഇവരുടെ ഫീനോടൈപ്പ് എന്തായിരിക്കും? ക്യാപിറ്റൽ R അവിടെ പ്രസന്റ് ആണ്. അപ്പോൾ നമുക്കറിയാം എന്തായിരിക്കും? റൗണ്ട് സീഡഡ് ആണ്. റൗണ്ട് സീഡാണ് ഫീനോടൈപ്പ് വരുന്നത്. And last one, illustrate the hybridization of F1 generation with wrinkled seed plant. F1 ജനറേഷനും wrinkled seed plant തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ F1 ജനറേഷനിലുള്ള പ്ലാന്റിന്റെ ജീനോടൈപ്പ് എന്താണ്? ക്യാപിറ്റൽ R, സ്മോൾ R. ക്രോസ് wrinkled seed plant എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാം? രണ്ടും സ്മോൾ R ആണ്. ഇവർ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക?
ഇവിടെ നമുക്ക് 2 ഗാമീറ്റ്സ് ആക്കാം. ഇവിടെ നമുക്ക് ഒരെണ്ണാക്കി വെക്കാം. നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, സ്മോൾ ആർ, സ്മോൾ ആർ. അപ്പോൾ ഒരെണ്ണം ബൗൺസീഡ് ആയിരിക്കും, അടുത്ത ആള് റിങ്കിൾഡ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ ഓഫ് ഡൈഹൈബ്രിഡ് ക്രോസ് കൺസിഡറിംഗ് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ആൻഡ് ഷേപ്പ് ഓഫ് ദ സീഡ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. ഓക്കെ, ഇവിടെ പാരലൽ പ്ലാന്റ്സ് എന്താണ്? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ. ടോൾ ആൻഡ് റൗണ്ട് സീഡഡ് ആണ്. ഇവിടെ എന്താണ്? ഡ്വാർഫ് ആൻഡ് റിങ്കിൾ സീഡഡ് ആണ്. സ്മോൾ ടി ടി, സ്മോൾ ആർ ആർ. അങ്ങനെ 2 പാരന്റൽ പ്ലാന്റ്സ് തമ്മിലാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഗാമേറ്റ്സ് ഇവിടെ എന്തായിരിക്കും നമുക്കിവിടെ കണ്ടുപിടിക്കാനാണ്. ഇവിടെ കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫിൽ ഇൻ 1 ഇവിടെ നമുക്ക് ഫിൽ ചെയ്യണം, ഫിൽ 2 ഇവിടെ നമുക്ക് ഫിൽ ചെയ്യണം. അപ്പോൾ ഇവരുടെ ഗാമേറ്റ്സ് എങ്ങനെയായിരിക്കും? ഇവർ എല്ലാം സെയിം ആയതുകൊണ്ട് ക്യാപിറ്റൽ ടി എടുത്തു, ഇവിടുന്ന് ക്യാപിറ്റൽ ആർ എടുത്തു. ഇതാണ് ഇവിടെ ഗാമേറ്റ് വരിക. ഇനി 2ന്റെ അവിടെ എങ്ങനെയാണ് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റുക? ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഇതാണ് F1 ജനറേഷനിൽ വരുന്ന പ്ലാന്റ്സിന്റെ ജീനോടൈപ്പ് വരുന്നത്. Second question, are there any new traits appearing in the second generation that were not seen in the parents? Why? അപ്പോൾ ഈ ഡൈഹൈബ്രിഡ് ക്രോസിൽ സെക്കൻഡ് ജനറേഷനിൽ ഓൾറെഡി നമുക്ക് പാരൻസിലൊന്നും കാണാത്ത പുതിയ ട്രേറ്റ്സ് സെക്കൻഡ് ജനറേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിന് കാരണം? When 2 or more different traits are combined, each trait is inherited independently to the next generation without mixing other. അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണം എന്താണ്? ഈ 2 ട്രേറ്റും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, അതായത് ഹൈറ്റ് എന്നുള്ള ട്രേറ്റും സീഡിന്റെ ഷേപ്പും, ഈ 2 ട്രേറ്റ്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നത്. പാരൻസിൽ കാണാത്തൊരു കോമ്പിനേഷൻ സെക്കൻഡ് ജനറേഷനിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് കാരണമാവുന്നുണ്ട്. Why are plants with traits like dwarfness and wrinkled seeds less frequent in the F2 generation compared to others? അപ്പോൾ എന്തുകൊണ്ടാണ് ഡ്വാർഫ്നെസ് ആൻഡ് റിങ്കിൾഡ് സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ F2 ജനറേഷനിൽ വളരെ കുറവാണ്? മറ്റുള്ള കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഡ്വാർഫ്നെസ് ആൻഡ് റിങ്കിൾഡ് സീഡ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ വളരെ കുറവാണ്. അതിനുള്ള കാരണം എന്താണ്? ബിക്കോസ് ദേ ആർ കൺട്രോൾഡ് ബൈ റെസസീവ് അലീൽസ്. അപ്പോൾ രണ്ടും എന്താണ്? റെസസീവ് അലീൽസ് ആണ് ഈ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. റെസസീവ് അലീൽസ് ആയതുകൊണ്ടാണ് ഇതധികം നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കാണാൻ പറ്റാത്തത്.